ഇതുപോലൊരു പടം വേറെ ഇല്ല. ഇതിനെക്കാട്ടി മങ്കാത്ത കൊള്ളാം. വെങ്കപ്രഭു നമ്മളെ വലിപ്പിച്ച് ഇതേപോലെ വേറെ സിനിമ ഇനി വിജയുടെ കരയിലില്ല. അത്രയ്ക്ക് മാത്രം മോശം. വൺ ടൈം വാച്ച് എന്ന് പറഞ്ഞാൽ പറയാം. അത്രയ്ക്കേ ഉള്ളൂ. പടംപൊളി വെങ്കട് പ്രഭു ബ്രോ മുഖം കണ്ടാറുണ്ട്. നല്ല ക്ഷീണമുണ്ട്. പോയി കിടന്ന് ഉറങ്ങണം. വേറെ ഒന്നും പറയരുത്. പൈസ നഷ്ടം 300 നഷ്ടം. പൈസ തിരിച്ചറിഞ്ഞു. വിജയിന് വേറെ പടം ചെയ്യല്. ഉറക്കം വേസ്റ്റ്, പണം വേസ്റ്റ്. അണ്ണാ 300 നഷ്ടം. പൊളിയാണെന്ന് പറഞ്ഞ വെങ്കട് പ്രഭു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിറയെ പക്ഷെ നമ്മൾ വിചാരിക്കാത്ത സംഭവമല്ല. തെറ്റാണ്, ഒരു രക്ഷയില്ല. എന്ത് പറയാ ടിസ്റ്റാണ്. അമ്മ ഇരുന്ന് ചിന്ത ക്ലൈമാക്സ് ആണ് അണ്ണാ. എന്തിനു പറയാ, അതാണ് ഒരു രക്ഷയില്ലാതെ പടം എന്ന് പറഞ്ഞാൽ ഇരുന്ന് ചിന്തിക്കണം. കണ്ടോണ്ടിരിക്കാം. പക്ഷെ പടത്തിന്റെ സ്റ്റോറി ലൈൻ ഒരുപാട് വർഷം പഴയതായിപ്പോയി. നമ്മൾ ഒരുപാട് പണ്ട് കണ്ട് മടുത്ത കഥകളൊക്കെയാണ്. അത് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര വലിച്ചു നീട്ടി നമുക്ക് കുറേ ലാഗ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പാട്ടൊക്കെ നന്നായിട്ടുണ്ട്. പാടം കൊള്ളായിരുന്നു. എന്താ പറയുക, എക്സ്പെക്ടേഷൻ പോലെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് ലാഗായിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് നല്ലതായിരുന്നു. കുറേ ആൾക്കാരുണ്ട് ഇതിനകത്ത്, കുറേ സർപ്രൈസസ് ഉണ്ട്. എല്ലാം കൊള്ളാം. ഫൈറ്റ് സീന് എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഒരു നോർമൽ സാധാരണ ഒരാൾ മൂവി കാണാൻ വരുന്നു എന്നുള്ളൊരു എന്തൂസിയാസത്തിൽ കാണാൻ വന്നതാണ്. വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് മൂവി കണ്ടിരിക്കാം. നല്ല സോങ്സ് ഉണ്ട്. ഒരു കമേഴ്ഷ്യൽ മൂവിക്ക് വേണ്ട എല്ലാ എലമെൻറ്റ്സും ഇതിൻ്റെ അകത്തുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിനനുസരിച്ചുള്ള ഒരു ക്ലൈമാക്സ് വന്നില്ല, അത്രയേ ഉള്ളൂ. നമ്മളൊരു ഹൈപ്പിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ആ ക്ലൈമാക്സ് നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഒരു ഹൈപ്പിൽ വന്നില്ല, അത്രയേ ഉള്ളൂ. ഓവറോൾ പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം.